നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KA ആയിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില സംശയങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഇൻഫർമേഷൻസുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ കർണാടകയിൽ BSc നഴ്സിംഗ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം നിർബന്ധമായിട്ടും KA എക്സാംസ് അപ്ലൈ ചെയ്യുക. അതുപോലെ എൻട്രൻസ് എഴുതുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ KAയുടെ എൻട്രൻസ് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഫെബ്രുവരി മാസം 18-ാം തീയതി വരെയാണ് നിലവിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ടാവുക. 20-ാം തീയതി വരെ നിങ്ങൾക്ക് അതിന്റെ ഫീസ് പേയ്മെന്റ് ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. ഇതുവരെ നിലവിലത്തെ സാഹചര്യത്തിൽ ഡേറ്റ് എക്സ്റ്റൻഷൻ നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ഡേറ്റ് എക്സ്റ്റൻഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ അത് അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നില്ല. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ കർണാടകയിൽ BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും KCET എക്സാംസ് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരളം വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ബോർഡർ ലൈൻ ഒരു 80-90 ആ റേഞ്ചിലൊക്കെ +1 മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും KCETയുടെ ആപ്ലിക്കേഷൻസും കൂടെ കൊടുത്തിടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 2500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിരവധി കുട്ടികൾ ചോദിക്കുകയുണ്ടായി, പ്രീ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ KCET എഴുതണ്ട എന്നാണ് പല ഏജൻസിക്കാരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, KA എക്സാംസ് എഴുതേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു കോളേജിൽ മാനേജ്മെന്റ് സീറ്റിലേക്ക് പ്രീ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ KA എഴുതേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് ഫീസ് റേഞ്ചിലുള്ള കോളേജാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം കർണാടകയിലൊക്കെ ആണെങ്കിലും പല കോളേജുകൾക്കും പല രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറുകളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ കോളേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷത്തിന് മുകളിലേക്കുള്ള ഫീസ് സ്ട്രക്ചറുകളായിരിക്കും ഉണ്ടാവുക. അതായത് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള ചെലവുകൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ KA വഴി തന്നെ അപ്രോച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ പാക്കേജിലുള്ള കോളേജ് ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും KA ത്രൂ തന്നെ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് ഞാൻ പറയുകയുള്ളൂ. പ്രീ ബുക്ക് ചെയ്താലും നിങ്ങൾ KA വഴി തന്നെ അപ്ലൈ ചെയ്ത് അതിന്റെ എൻട്രൻസും കൂടെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പറയാൻ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി കോളേജുകളിൽ പ്രീ ബുക്കിംഗ് ചെയ്ത് അഡ്മിഷൻസ് എടുത്തതിന് ശേഷം പല കുട്ടികൾക്കും KA വഴി അഡ്മിഷൻസ് വന്ന സമയത്ത് നേരത്തെ അഡ്മിഷൻ എടുത്ത KA എക്സാം എഴുതാത്ത കുട്ടികൾക്കൊക്കെ സീറ്റ് നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട RR കോളേജ് ഓഫ് നഴ്സിംഗ്, അങ്ങനെയുള്ള ഏതാനും ചില കോളേജസ്, RR കോളേജ് ഓഫ് നഴ്സിംഗ്, BGS കോളേജ് ഓഫ് നഴ്സിംഗ്, അങ്ങനെയൊക്കെയുള്ള പല കോളേജുകളിലും അധിക സീറ്റുകൾ, അതായത് KA വഴി കുട്ടികൾ അഡ്മിഷൻ എടുത്ത് അവസാന നിമിഷത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം ഈ പറയുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് പോലും സീറ്റുകൾ നഷ്ടമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കോളേജുകളിൽ അഡ്മിഷൻസ് എടുക്കും വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ പല കോളേജുകളിലും നിരവധി സബ് കോളേജുകൾ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കോളേജിന്റെ പേരിൽ തന്നെ അഡ്മിഷൻസ് എടുക്കുകയും ആ കോളേജ് ബിൽഡിങ്ങിൽ തന്നെ ഉള്ള മറ്റുള്ള നഴ്സിംഗ് കോളേജ് ബാച്ചസിലേക്കൊക്കെ അംഗീകാരം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ബാച്ചസിലേക്കൊക്കെ കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനായിട്ട് തീർച്ചയായിട്ടും KA വഴി തന്നെ അലോട്ട്മെന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക. പ്രീ ബുക്ക് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷേങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ അലോട്ട്മെന്റ് ആ കോളേജിലേക്ക് തന്നെ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ പല കോളേജുകളുടെയും അംഗീകാരമുള്ള കോളേജിന്റെ പേരിലൊക്കെ നിങ്ങൾ അഡ്മിഷൻസ് എടുപ്പിക്കുകയും അതിന്റെ ലെറ്റർ ഹെഡ് ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിന്റെ ഡോക്യുമെന്റ്സ് വരെയും ആ ഒരു കോളേജുകളിൽ നിന്ന് തരികയും എക്സാംസ് എഴുതുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കോളേജ് മാറ്റിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുക. അതേസമയം നിങ്ങൾ KCET വഴി നിങ്ങൾ അലോട്ട്മെന്റ് ഈ പറയുന്ന പ്രീ ബുക്ക് ചെയ്ത കോളേജിലേക്ക് തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തലത്തിലുള്ള, അതായത് ഒരു ലീഗലൈസ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോളേജുകാർക്ക് യാതൊരുവിധ മാനിപ്പുലേഷൻസും ചെയ്യാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസസ്, അതിനുള്ള പ്രോബ്ലംസ് ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഏത് കോളേജിലാണ് അഡ്മിഷൻസ് എടുക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്നത്. അപ്പോൾ KCET വഴി എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പോകാൻ സാധിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജന്റ് പറഞ്ഞു നിങ്ങൾ പ്രീ ബുക്ക് ചെയ്താൽ മതി, എക്സാംസ് എഴുതണ്ട. പക്ഷെ ഇതിന്റെ അകത്തുള്ള കുറെ പ്രോബ്ലംസ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിരവധി കുട്ടികൾക്ക് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ പ്രീ ബുക്ക് ചെയ്ത് വെച്ച കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നില്ല ടോപ്പ് ആയിട്ടുള്ള കോളേജിലേക്ക് നിങ്ങൾ അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ എടുക്കാൻ ഉള്ള കുട്ടികളായിക്കോട്ടെ,
തീർച്ചയായിട്ടും നിങ്ങൾ KCET അപ്ലൈ ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്ത് ആ ഒരു രീതിയിൽ പ്രോപ്പർ വേയിൽ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം പല കുട്ടികളും ചോദിക്കുന്നതാണ്, KCET വഴി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫീസിൽ ഇളവ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പല കുട്ടികളുടെയും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പലരും പറയുന്നത് പോലെ 1,40,000 രൂപ മാത്രം നമ്മൾ ഫീസായിട്ട് നൽകിയാൽ മതി എന്നുള്ളതൊക്കെ പറയുകയുണ്ടായി. അങ്ങനെയൊക്കെ കൂട്ടിക്കഴിയുമ്പോൾ ഏകദേശം 6 ലക്ഷത്തിന് താഴെ ഫീസേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KCET അല്ലെങ്കിൽ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നോൺ കർണാടക സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഏകദേശം 1,40,000 രൂപയാണ് ട്യൂഷൻ ഫീസ് മാത്രമായിട്ട് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ പ്രതിവർഷം 1,40,000 രൂപ ട്യൂഷൻ ഫീസ് നമ്മൾ നൽകണം. ഇതുകൂടാതെ തന്നെ ഓരോ കോളേജുകളുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച്, ഉദാഹരണമായിട്ട് മെഡിക്കൽ കോളേജുകളൊക്കെ ഒരുപക്ഷെ കൂടുതൽ ആഡ് ഓൺ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകാം. ഈ പറയുന്ന പോലെ ചില കോളേജുകൾ IELTS OET ട്രെയിനിങ് തന്നെ ഫസ്റ്റ് ഇയർ മുതൽ കൊടുക്കുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ അഡീഷണൽ ഫീസുകൾ ഇതിന്റെ പുറമെ ഉണ്ടാവുന്നതാണ്. കാരണം നമ്മൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഏകദേശം 73,000 രൂപയാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക. ആ ഒരു സ്ഥാനത്താണ് നമ്മൾ 1,40,000 രൂപ KEA വഴിയുള്ള ഫീസ് നൽകേണ്ടതായിട്ട് വരിക. പക്ഷെ ഇതിന് പുറമെ ആയിട്ട് സ്പെഷ്യൽ ഫീസ് എന്ന ഇനത്തിൽ കേരളത്തിൽ പോലും 20,000-ന് മുകളിൽ ഫീസുകൾ മേടിക്കാറുണ്ട് പ്രതിവർഷം. എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിന്റെ പുറത്തുള്ള കോളേജുകളിലും KEA വഴി അഡ്മിഷൻസ് എടുക്കുന്ന മുറയ്ക്ക് അഡീഷണൽ ഫീസുകളായിട്ട് ലൈബ്രറി ഫീസ്, ക്ലിനിക്കൽ ഫീസ്, അതുപോലെ തന്നെ അങ്ങനെ പല ട്രാൻസ്പോർട്ടേഷൻ ഫീസ്, അങ്ങനെ പറഞ്ഞ പല ഫീസുകൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം കൂടി ഏകദേശം ഓരോ കോളേജുകളുടെ അനുസരിച്ച് 20,000 മുതൽ 50,000 രൂപ വരെ അഡീഷണൽ ഫീസുകൾ മേടിക്കാറുണ്ട്. പക്ഷെ KEA എന്നും അത് മേടിക്കരുതെന്നൊന്നും പ്രതിപാദിച്ചിട്ടില്ല. കാരണം ട്യൂഷൻ ഫീ ഇനത്തിൽ മാത്രമാണ് 1,40,000 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 1,40,000-ന് പുറമെ ആയിട്ട് ഏകദേശം 50,000 വരെ, 20,000 തൊട്ട് 50,000 രൂപ വരെ അഡീഷണൽ ആയിട്ട് ഫീസുകൾ ചാർജ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7.5 ലക്ഷം രൂപയോളം ഫീസ് ഇനത്തിൽ തന്നെ, 7.5 തൊട്ട് 8 ലക്ഷം രൂപയോളം ഫീസ് ഇനത്തിൽ തന്നെ സ്പെഷ്യൽ ഫീസും ഇങ്ങനെയുള്ള ഫീസുകളെല്ലാം കൂടി വരുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഹോസ്റ്റൽ ഫീസിനെ കുറിച്ചൊന്നും ഇവിടെ പ്രതിപാദിച്ചിട്ടില്ലാത്തത് കൊണ്ട് പല കോളേജുകാരും 80,000 മുതൽ 1 ലക്ഷം രൂപ വരെ പ്രതിവർഷം ഫുഡും അക്കോമഡേഷനും ചേർത്ത് വാങ്ങാറുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 11 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള ഏകദേശം ഫീസ് അനുപാതത്തിലാണ് KEA വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ മാക്സിമം ഒരു കോളേജിന് വാങ്ങാൻ പറ്റുന്ന ഫീസ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് KEA വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ 1,40,000 രൂപ ആകെ കൊടുത്താൽ മതി എന്നുള്ളൊരു ധാരണ ഉണ്ടാവരുത്. നമ്മൾ പല ഫീസുകളും കൊണ്ട്, കാരണം എല്ലാത്തിനും നമ്മൾ ആകെക്കൂടെ തുക നോക്കി കഴിയുമ്പോൾ ഏകദേശം 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിലായിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറാണ് മിക്കവാറും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ പ്രീ ബുക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫീസിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഒരു പക്ഷേ 7 ലക്ഷത്തിനോ 8 ലക്ഷത്തിനോ ഒക്കെ അത്യാവശ്യം മികച്ച കോളേജുകളും നിലവിലുണ്ട്. മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പോലും അംഗീകാരമുള്ള നല്ല രീതിയിൽ പോകുന്ന കോളേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഫീസിലുള്ള കോളേജുകൾ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം, അല്ല കേരളത്തിൽ അലോട്ട്മെന്റുകൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഡിമാൻഡുകൾ കൂടുകയും അതുപോലെ തന്നെ പലരുടെയും ഫീസ് സ്ട്രക്ചറുകളൊക്കെ വ്യത്യാസപ്പെടുകയും ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് മിക്കവാറും വരുന്ന കോളേജുകളൊക്കെ ഫീസ് കൂട്ടാനുള്ള സാധ്യതകളാണ് കാണാറുള്ളത്. 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെ ഫീസ് വർധനവ് ആ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്, ആവറേജ് പെർഫോമൻസിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രീ ബുക്ക് ചെയ്ത് വെക്കുക. ഈ പറയുന്ന 8 ലക്ഷം രൂപ പാക്കേജിൽ ഭക്ഷണ താമസം ഉൾപ്പെടെ പാക്കേജിലുള്ള ഒരു കോളേജ് നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഫീസിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഒക്ടോബർ നവംബർ മാസം ക്ലാസ് തുടങ്ങുന്ന ടൈമിലും ആ ഒരു ഫീസിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു കോളേജിൽ പോലും നമ്മൾ പ്രീ ബുക്ക് ചെയ്യാതെ KCET വഴി അഡ്മിഷൻ എടുക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും കോളേജുകാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1,40,000 വെച്ചിട്ടുള്ള ഒരു ഫീസ് പ്ലസ് ഹോസ്റ്റൽ ഫീസ്, സ്പെഷ്യൽ ഫീസ്, ഇതെല്ലാം കൂടെ വാങ്ങുവാനുള്ള അധികാരം അല്ലെങ്കിൽ അത് ലീഗലി പെർമിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 9 ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾ ബഡ്ജറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ഇതാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുക. പക്ഷേങ്കിൽ KCET വഴി തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല കുട്ടികൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ചെറിയ ഫീസിൽ പഠിച്ചാൽ മതി അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്ത് വെച്ചാൽ KCET എഴുതണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ പോസിബിലിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം, മിക്കവാറും വരുന്ന ബാങ്കുകളൊക്കെ തന്നെ KCETയുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ അലോട്ട്മെന്റ് ഡേറ്റ ചോദിക്കാറുണ്ട്. അപ്പോൾ KCET വഴി തന്നെ അഡ്മിഷൻസ് കിട്ടിയ കുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസ് കാണിച്ചു കഴിഞ്ഞാൽ
മിക്കവാറും ആൾക്കാർക്കൊക്കെ ബാങ്ക് ലോൺ ഈസി ആയിട്ട് പാസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ബാങ്ക് ലോണിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രൂഫ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ പ്രൂഫായിട്ട് കോളേജിൽ നിന്നും ലഭിക്കും. പക്ഷേ നമ്മളൊരു KCTയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ തന്നെ ഈ പറയുന്ന ബാങ്ക് ലോണുകൾക്ക് സാങ്ഷൻ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം.